പ്രതികൂല കാലാവസ്ഥയാണ്. ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇപ്പോൾ നേവിയുടെ ഡൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് ആവർത്തിക്കുന്നില്ല, അവർക്ക് പുഴയിലേക്ക് ചാടി അവരുടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ചില പ്രയാസങ്ങളുണ്ട്. അത് ആത്മഹത്യാപരമാണ് എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഒഴുക്കത്ര ശക്തമാണ്, അതിൻ്റെ ഒരു അളവിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഒഴുക്ക്. അതുകൊണ്ടുള്ള ചില പ്രയാസങ്ങളുണ്ട്. എന്നാൽ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ സാധ്യമാകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഞങ്ങളതാണ് ചർച്ച ചെയ്തത്. അപ്പോൾ നേവിയുടെ സേവനം ഇനിയും തുടരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേവിയുടെ സേവനം തുടരാം എന്നുള്ള നിലയിലും കലക്ടറും അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാൻഡൂൺ അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അതുപോലുള്ള പുതിയ സംവിധാനങ്ങൾ കൂടി ഈ പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാതെ എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചില കാര്യങ്ങളും ആലോചിച്ചിട്ടുണ്ട്. അത് ആലോചിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ഈ രക്ഷാദൗത്യത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ രാവിലെ മുതൽ ഞങ്ങളിവിടെ ഉണ്ടാവും. കാര്യങ്ങൾ പൊതുവെ പരിശോധിച്ച് അതാത് ഘട്ടത്തിൽ എന്താണോ ചെയ്യാനാവുക അത് ചർച്ച ചെയ്ത് പോകും. സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാട് രക്ഷാദൗത്യം കൂടുതൽ നല്ല നിലയിൽ തന്നെ ഇപ്പോൾ ചെയ്തതുപോലെ എല്ലാ ശ്രമവും തുടരണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഇത് ആകെ നിർത്താൻ വേണ്ടി പോവുകയാണെന്നൊക്കെയുള്ള ചില ചർച്ചകളും അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇന്നത്തെ യോഗത്തിൽ ഞങ്ങളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിന് പിറകോട്ട് പോകുന്ന ഒരു നിലപാടെടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം അതേപോലെ അംഗീകരിക്കുകയാണ് ചെയ്തത്. നേവിയുടെയും ആർമിയുടെയും പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, കർണാടക സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തവർ പറഞ്ഞിട്ടുള്ളത്. അല്ല, പുതിയ അവർക്ക് ഇപ്പോൾ ഓരോ മണിക്കൂറിലും ചില വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അതായത് ഇന്നും ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ കലക്ടറും മറ്റു ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. അവലോകന യോഗം ചേർന്നല്ലേ ഇതുവരെ ഇവിടെ നടന്നത്, ഇനി എന്താ എന്ന കാര്യങ്ങളിലൊക്കെ ചർച്ചയായി. അതെ, ഇപ്പോൾ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടായി എന്നൊരു ആക്ഷേപം ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ പല ഭാഗത്തും വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥ ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ആ പ്രതികൂല കാലാവസ്ഥയിൽ ചെയ്യാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരടി പിറകോട്ട് പോകാതെ എന്തൊക്കെ ശ്രമിച്ച് നമുക്ക് രക്ഷാദൗത്യ ലക്ഷ്യത്തിലെത്തിക്കാനാവും അതൊക്കെ ചെയ്യണം എന്ന കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പൊതുവേ യോഗം അംഗീകരിക്കുകയാണ് ചെയ്തത്. കുടുംബവുമായി അങ്ങ് സംസാരിച്ചിരുന്നു? അതെ, ഇന്നലെ ഞാൻ വീട്ടിൽ പോയിരുന്നു. ഇന്നും കുടുംബാംഗങ്ങളെ സംസാരിച്ചതിന് ശേഷവും ഞങ്ങൾ കാണുന്നുണ്ട്. എല്ലാ നിലയിലും എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇനി പുതിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതും ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകും.